വരുമോ നിൻ തിങ്കളേ തിങ്കളേ. രാധികയ്ക്ക് ആവശ്യം കുന്നിക്കലുകാരുടെ പരാജയമല്ലേ? അത് ഞാൻ ഉറപ്പാക്കി തരാം. പേരും പെരുമയും പണവും ആൾബലവും നീതിപീഠങ്ങളെ വരെ സ്വാധീനിക്കാൻ കഴിവുള്ളവരുമായ കുന്നിക്കൽ മത്തായിയെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. സേലത്ത് നടന്ന ഒരു മർഡർ കേസിലെ പ്രതിയെ കണ്ടുപിടിക്കാൻ നിങ്ങൾ പത്രക്കാരുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെയെല്ലാം ഇവിടെ വിളിച്ചു വരുത്തിയത്. അമ്പി എന്ന സേലത്തെ കുപ്രസിദ്ധ ക്രിമിനലിനെ സബ് കളക്ടർ സേതുശേഖരൻ തമ്പിയുടെ ആദ്യ ഭാര്യ ബാലാമണിയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. സബ് കളക്ടറുടെ വീട്ടിൽ വെച്ച് പെൺവേഷം കെട്ടി എത്തിയ അമ്പി തന്നെ ടോർച്ചർ ചെയ്തതിലുള്ള പ്രതികാരമായാണ് അമ്പിയെ ബാലാമണി വെടിവെച്ച് കൊന്നത്. യഥാർത്ഥ പ്രതിയെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് സ്റ്റീഫൻ എന്നൊരാൾ മൊബൈലിൽ കൊലപാതകം ഷൂട്ട് ചെയ്തതുകൊണ്ടാണ്. ആ ദൃശ്യം വെച്ച് ബാലാമണിയെ സ്റ്റീഫൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് തന്റെ സംരക്ഷണയിൽ സൂക്ഷിക്കുകയായിരുന്നു. എന്താ എന്താ ചിഞ്ചു? മരിച്ചുപോയ തന്റെ ഭാര്യ റീത്തയാണ് ബാലാമണിയെന്ന് സ്റ്റീഫൻ സ്വയം വിശ്വസിക്കുകയും റീത്ത എന്ന പേര് തന്നെ ബാലാമണിക്ക് നൽകുകയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ ബാലാമണിയെ പ്രേരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ നിയമത്തിന്റെ മുന്നിൽ ബാലാമണി തെറ്റുകാരിയാണ്. അവരെ അറസ്റ്റ് ചെയ്ത് നീതിപീഠത്തിനു മുമ്പിൽ ഹാജരാക്കുകയാണ് എന്റെ കടമ. ഒരു സബ് കളക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോട് നിയമത്തെക്കുറിച്ച് ഞാൻ കൂടുതലായി പറയേണ്ട ആവശ്യമില്ലല്ലോ. സാർ, ഒരുപാട് തെറ്റുകൾ ബാലാമണിയോട് ചെയ്തവനാ ഞാൻ. എല്ലാം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വാക്കുകൾ വിശ്വസിച്ച്. തെറ്റുകൾ മനസ്സിലാക്കിയപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ഞാനിന്ന് ഉമിത്തിയിൽ വെന്തുരുകയാണ്. എനിക്കല്പം ആശ്വാസം കിട്ടണമെങ്കിൽ ഞാൻ മൂലം തകർന്നുപോയ ബാലാമണിയുടെ ജീവിതം എനിക്ക് വീണ്ടെടുത്ത് നൽകണം. അതിന് എനിക്കൊരവസരം വേണം. ഈ കുട്ടിക്ക് അവളുടെ അമ്മയെ വേണം. എനിക്ക് എൻ്റെ ഭാര്യയെ വേണം. പറയുന്നുണ്ടെന്നും തോന്നരുത്. ഈ കുട്ടിക്ക് അമ്മ ഓക്കെ, പക്ഷേ അങ്ങേക്ക് ഭാര്യ എന്ന അർത്ഥത്തിൽ അത് നടക്കുമെന്ന് തോന്നില്ല. വൈ നോട്ട്? താങ്കൾ പറഞ്ഞതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള വിവാഹ ബന്ധം വേർപെടുത്തിയിട്ട് വർഷങ്ങളായി. പക്ഷേ ബാലാമണി ഇപ്പോ പ്രഗ്നന്റ് ആണ്. നോ 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 നോ. കൂടോ, ഞാൻ പറഞ്ഞ സത്യമാണ്. അവരെ ചികിത്സിച്ച ഡോക്ടറിൽ നിന്നും അതുപോലെ അവർ താമസിച്ചിരുന്ന രാജീവ് എന്ന ചാനൽ റിപ്പോർട്ടറുടെ വൈഫിൽ നിന്നും ഞാൻ അറിഞ്ഞ സത്യമാണിത്.
സർ. തിരിച്ചു പറയല് പതിവില്ല. സാരമില്ല, സാറിനോടുള്ള ആദരവ് കുറയില്ല, കൂടിയിട്ടേ ഉള്ളൂ. ഔപചാരികതകളിലൊന്നും വിശ്വസിക്കുന്ന ആളല്ലെന്ന് മനസ്സിലായി. കാര്യം പറയൂ കുട്ടി, എന്തിനാ വന്ന്? ഒരു സ്വാഗതമെങ്കിലും പറയൂ സാർ. മത്തായി എങ്ങനെ ഒറ്റയടിക്ക് ആരെ അങ്ങനെ സ്വാഗതം ചെയ്യാറില്ല. ആളും തരവും അറിയാതെ മത്തായി അങ്ങനെ ആരെയും സ്വീകരിക്കാറുമില്ല. ഗുഡ്, വെരി ഗുഡ്. നല്ല തീരുമാനം. ഇതുപോലുള്ള പോളിസികളാണ് വെറും ഒരു സാധാരണക്കാരനായ കുന്നിക്കൽ മത്തായിൽ നിന്നും കോടികളുടെ ആസ്തിയുള്ള ബിസിനസ് അധിപനിലേക്ക് അങ്ങേ വളർത്തിയത്. കുട്ടി കാര്യം പറ, നശിപ്പിച്ചു കളയാൻ എനിക്ക് സമയമില്ല. ഭേഷ്. സ്വന്തം സമയത്തെക്കുറിച്ച് ബോധമുള്ള ഒരു ബോസ്. ഞാൻ ഇത്രകാലം ജോലി ചെയ്ത ഒരിടത്തും എന്റെ ബോസുമാർ ഇത്രയും ദീർഘവീക്ഷണത്തോടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടേയില്ല. സുഖിപ്പിക്കല്ലേ, കാര്യം പറ വെച്ചേ. സർ പ്ലീസ്, ഇതിന്റെ സർട്ടിഫിക്കറ്റ്സും എക്സ്പീരിയൻസ് റിപ്പോർട്ട്സും ആണ്. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുന്നോണ്ട് അഹങ്കാരമാണെന്നൊന്നും പ്ലീസ് സാർ കരുതരുത്. സ്വന്തം കഴിവിൽ വിശ്വാസമുള്ളവര് സ്വയം പുകഴ്ത്തും. എനിക്ക് സാറിന്റെ കൂടെ ജോലി നോക്കിയാൽ കൊള്ളാവുന്നുണ്ട്. ഒരു സ്ത്രീരത്നം അങ്ങയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. അവർ ഭാഗ്യവും കൊണ്ടാണ് വരുന്നത്. അവര് കാലുകുത്തുന്നതോടെ ഈ വീടിന്റെ മുഖച്ഛായ തന്നെ മാറും. ഇനി മുതൽ വച്ചടി കയറ്റമായിരിക്കും. വരുന്ന സ്ത്രീയെ എന്തായാലും ഒഴിവാക്കരുത്, സ്വീകരിക്കണം. അതോടെ സാറിന്റെ ഭാഗ്യനക്ഷത്രം ഉദിക്കുകയായി. സാധാരണ ഞാനങ്ങനെ എങ്ങോട്ടും ജോലി തിരക്കി പോകാറില്ല. എന്നെ തിരക്കി നല്ല ഓഫേഴ്സ് വരികയാണ് പതിവ്. വെറും ഒരു സാധാരണ എക്സ്പോർട്ടിംഗ് സ്ഥാപനമായിരുന്ന റാവുത്തർ ആൻഡ് കമ്പനിയെ ഇന്ത്യയിലെ നമ്പർ 1 ബിസിനസ് സാമ്രാജ്യമാക്കി വളർത്തിയതിനു പിന്നിൽ ഈ ദേവികയുടെ ബുദ്ധിയുണ്ട്. ഓ സോറി സർ, ഐ ഡിഡ്ന്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം ദേവിക മേനോൻ. ഇഷ്ടമുള്ളവര് എന്നെ ദേവി എന്ന് വിളിക്കും. നാട് അല്പം ദൂരെയാ. പിന്നെ കഴിഞ്ഞ 6 മാസമായി ഇവിടുത്തെ ജനസാന്ദ്രതയെക്കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. സാറിന്റെ നാട്ടിലെ വിജയിക്കാവുന്ന ചില ബിസിനസ് റിപ്പോർട്ട്സ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. സർ പ്ലീസ് സർ, സാർ എനിക്ക് ജോലി തരൂ. ഞാൻ സാറിന് എന്റെ ബുദ്ധിയും എന്റെ സമയവും തരാം. പ്ലീസ്. ആളെ ബോധിച്ചു. മിടുക്കി. താങ്ക് യു സർ. പക്ഷേ സോറി, എനിക്ക് ബുദ്ധിയും സമയവും മാത്രം പോരാ. മത്തായിക്കൊരു ജോലിക്കാരിയെ വേണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും എനിക്ക് തീരെഴുതി തരുന്നവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. താനാണെങ്കിലോ അതിസുന്ദരി കൂടിയാ. തന്റെ ഈ സൗന്ദര്യം കൂടി മത്തായിക്ക് സ്വന്തമാകണം. എന്താ, പറ്റുമോ? മറ്റു വല്ലവരുമായിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ 32 പല്ലു അടിച്ചിട്ടേനെ ദേവിക. ദേവികയുടെ ആരാധ്യ പുരുഷന്മാരിൽ ഒരാളാണ് അങ്ങ്. സുന്ദരനായതുകൊണ്ടോ സുമുഖനായതുകൊണ്ടോ ഒന്നുമല്ല സാറിനെ ദേവിക ആരാധിക്കുന്നത്. സ്വന്തമായിട്ടൊരു ബിസിനസ് സാമ്രാജ്യം വളരെ സാധാരണ നിലയിൽ നിന്നും കെട്ടിപ്പടുത്തതിന്. സോ സാറിന്റെ എല്ലാ നിബന്ധനകളും ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ? ഗുഡ്. ഞാൻ എന്റെ ബുദ്ധിയും സമയവും മാത്രമല്ല, എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്തേ പോരെ? വെരി ഗുഡ്. വളരെ വേഗത്തിൽ തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവാണ് ഒരു ബിസിനസ്സുകാരിക്ക് വേണ്ടത്. താങ്ക് യു സർ. യുക്തമായ തീരുമാനം 1 മിനിറ്റ് പോലും വൈകിപ്പിക്കാതെ താൻ എടുത്തു. തന്നെ മത്തായി ദത്തെടുത്തിരിക്കുന്നു.
ശമ്പളം എത്രയാന്ന് വെച്ചാൽ എഴുതിയെടുക്കാം. താങ്ക് യു വെരി മച്ച്. മത്തായിയുടെ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇതാണ് ഈ ഉള്ളവന്റെ കുടിൽ. ഇനി മുതൽ ഈ ഉള്ളവളുടെ കൊട്ടാരവും. മര്യാദയ്ക്ക് നിന്നാൽ നിന്നെ ഞാൻ ഇവിടുത്തെ റാണിയാക്കും. കുന്നിക്കൽ മത്തായി എന്ന ഈ പുരുഷ കേസരിയുടെ റാണിയാവാൻ കഴിയുന്നത് മഹാഭാഗ്യവാ. അന്നക്കുട്ടി, ഇവിടെ ദേവിക. അറിയാലോ, ഇന്നു മുതൽ ഇവിടെ ഈ വീട്ടിലാ താമസം. യെസ്. വെറുതെ താമസിക്കാൻ വന്ന അല്ലെന്ന് കൂടി അറിയിക്കേ സാറേ. അന്നക്കുട്ടി എന്റെ ഭാര്യ. മത്തായി വെറുതെ ഒരു പെണ്ണെ വീട്ടിൽ കൊണ്ടൊന്നും താമസിപ്പിക്കില്ലെന്ന് അന്നക്കുട്ടിക്ക് നല്ലോണം അറിയാം. ഡെഡി, എന്നെ ഇവിടുത്തെ റാണിയാക്കാന്നും പറഞ്ഞ മത്തായി സാർ കൂട്ടിക്കൊണ്ടുവന്നേ അല്ലേ സാറേ? ആ മോഹം നടക്കില്ല എന്റെ മോളെ. ഇവിടുത്തെ റാണിയെ ഈ അന്നക്കുട്ടിയാ. കുടുംബം കലക്കാൻ നോക്കാതെ പോകാൻ നോക്കുവച്ചേ. മത്തായി സാറേ, കേട്ടില്ലേ ചേച്ചി പറയുന്നത്? അന്നക്കുട്ടി വേണ്ട. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ നിനക്ക് നല്ലത്. അതല്ലേ ഇവളകത്തും നീ പുറത്തും. കൊള്ളാം, മത്തായി സാറ് സൂപ്പറാ. ഇവന്മാരൊക്കെ എന്തൊരു മണ്ടന്മാരാ. സുന്ദരിയായൊരു പെൺകുട്ടി ഇവിടെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോ വരാന്ന് പറഞ്ഞ സമയത്ത് വരില്ല. എന്റെ ഈശ്വര, ആ മത്തായി വരുന്നതിന് മുമ്പ് ഇങ്ങ് വന്നാ മതിയായിരുന്നു. ഓക്കെ ഓക്കെ, എവരിത്തിങ് ഓക്കെ. അയ്യോ, എന്റെ ഈശ്വര, പട്ടായോ പാവം. ചാണ്ടിച്ചി, എന്റെ ചാണ്ടിച്ചി, ഓ ഇവിടെ വന്നിരിക്കുകയാണോ? എത്ര നേരം ഞാൻ വാതിലും തുറന്ന് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്തേ വരുന്നില്ലേ? വാ. അല്ല, എന്റെ അപ്പൻ. ഓ, ഒരപ്പൻ. നിങ്ങളുടെ ഒരപ്പൻ. ഈ വർത്താനം കേട്ടാ തോന്നും ലോകത്ത് മറ്റാർക്കും അപ്പനും അപ്പനും ഒന്നുമില്ലെന്ന്. ഓ എന്റെ ചാണ്ടിച്ചി, നോക്കിക്കേ, അപ്പം വരില്ലെന്നേ. വേഗം വാ. ഓ ടൈം ഒത്തിരിയായി. ചാണ്ടിച്ചി ഇങ്ങോട്ട് വരാൻ. എഴുന്നേക്ക്, ഇങ്ങോട്ട് വരാൻ. എഴുന്നേറ്റേ, വേഗം വാ. അയ്യോ, അപ്പനെങ്ങനെ പറഞ്ഞ? അയ്യോ, ആരും അറിയത്തില്ല. ഇങ്ങോട്ട് നടക്ക്, നടക്കാൻ നടക്ക്. ഒരു കുഴപ്പമില്ലല്ലോ ചാണ്ടിച്ചി. ഒന്നിങ്ങോട്ട് വന്നേ. കേറുന്നേ. ഓ ഇങ്ങനെ ഒരു പേടി. മത്തായിയുടെ മകക്ക് മത്തായിയുടെ അത്ര ധൈര്യം പോലും ഇല്ല. പേടിത്തൊണ്ടമാര് ഇരിക്കുന്നേ. ഷോ, ഇനി ഞാൻ പിടിച്ചെടുത്തണോ? ഇരിക്കുന്നേ.